أنفسنا ومن سيئات أعمالنا ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون وقال الله سبحانه وتعالى ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى صدق الله العظيم. काबिल एहतराम भाइयों, दोस्तों, बुजुर्गों, ബഹുമാന്യ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുസ്ലിമിന്റെ മേലും ആണാകട്ടെ പെണ്ണാകട്ടെ പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ പാണ്ഡിത്യം കൂടിയ ആളാകട്ടെ കുറഞ്ഞ ആളാകട്ടെ മുഴുവൻ മുസ്ലിമിന്റെ മേലും 3 കാര്യങ്ങൾ കടമയാക്കിയിട്ടുണ്ട്. ഒന്ന്, നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീനിനെ പഠിക്കണം. മദ്രസയിലൂടെ അല്ലെങ്കിൽ ജമാഅത്തിൽ പുറപ്പെട്ട് നമ്മൾ ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് ദീനിന്റെ ഇൽമ് കരസ്ഥമാക്കണം, അറിവ് കരസ്ഥമാക്കണം. 2, ആ അറിവ് നമ്മൾ ജീവിതത്തിൽ പകർത്തണം. നല്ലവരുമായിട്ടുള്ള സഹവാസത്തിലൂടെ നല്ല തീരുമാനങ്ങളെടുത്ത് പരിശ്രമിച്ച് നമ്മൾ ആ അറിവനുസരിച്ച് ജീവിക്കണം. ഒരാൾക്ക് അറിവുണ്ട്, പക്ഷെ അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതല്ല. പിന്നെ 3ാമത്തെ കടമ, നാം ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ദീനിനെ ലോകത്ത് പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നടന്നുകൊണ്ട് പേന കൊണ്ട് എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ ആധുനിക വാർത്താമാധ്യമങ്ങൾ വാട്സപ്പ് മറ്റും നിയമത്തിനുള്ളിൽ നിന്ന് ഉപയോഗിച്ച് നമ്മൾ കഴിവിന്റെ പരമാവധി ദീനിനെ പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കലും നമ്മളുടെ മേൽ കടമയാണ്. ഇങ്ങനെ 3 കടമകളാണ് അല്ലാഹു തആല ഓരോ മുസ്ലിമിന്റെ മേൽ വെച്ചിരിക്കുന്നത്. സഹോദരങ്ങൾ, ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു തആല ഈ ലോകത്തെ നമ്മെ വിജയിപ്പിക്കുന്നതാണ്, നാളെ ആഖിറത്തിലും വിജയിപ്പിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആണാകട്ടെ പെണ്ണാകട്ടെ ഈമാനോടുകൂടി സ്വാലിഹായ അമലുകൾ പ്രവർത്തിച്ചാൽ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ, ഇത് നിബന്ധനയാണ്. ഈമാൻ നിബന്ധനയാണ്, സത്യവിശ്വാസം നിബന്ധനയാണ്. സത്യവിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നാം അവന് ഈ ലോകത്ത് തന്നെ സുന്ദരമായ ജീവിതം നൽകുന്നതാണ്. ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ്സമാഇ വൽ അർദ്. ബസ്തി വാലെ ഈമാൻ. പരിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ്സമാഇ വൽ അർദ്. ഒരു നാട്ടുകാരായ ആളുകൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും ഭയഭക്തിയുടെ ജീവിതം ജീവിക്കുകയും ചെയ്താൽ നാം അവരുടെ മേൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഐശ്വര്യങ്ങളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ്. ബറക്കാത്ത്, ഐശ്വര്യങ്ങൾ. ഒരു ഐശ്വര്യമല്ല, പല ഐശ്വര്യങ്ങളുടെ
കവാടങ്ങൾ തുറന്നു കൊടുക്കും. ഭൂമിയിൽ നിന്ന് മാത്രമല്ല ആകാശത്തു നിന്നും തുറന്നു കൊടുക്കും. അവരുടെ സമ്പത്തിൽ ഐശ്വര്യം, അവരുടെ സന്താനങ്ങളിൽ ഐശ്വര്യം, അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം, അവരുടെ കൈകാലുകളിൽ ഐശ്വര്യം, അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം, എന്തിനേറെ അവരുടെ നോട്ടത്തിൽ പോലും ഐശ്വര്യം. അവർ ഒരു ഭാഗത്തേക്ക് നോക്കും, അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കും. അവരുടെ ശരീരത്തിൽ ഐശ്വര്യം, അവർ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവനും വലിയ അനുഗ്രഹീതമായി തീരും. ഈ രീതിയിൽ അല്ലാഹു തആല ഈ ലോകത്തെ തന്നെ അനുഗ്രഹിക്കുന്നതാണ്. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ശിഷ്യൻ, അദ്ദേഹം മഹാനോട് പറഞ്ഞു, എനിക്ക് ഹജ്ജിന് പോകാൻ വലിയ ആഗ്രഹമുണ്ട്, അങ്ങ് ദുആ ചെയ്യണം, വല്ല സഹായവും ചെയ്യണം. 2 ദിർഹം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഹജ്ജിന് പോയിട്ട് വരും. ദീനാറ് സ്വർണത്തിന്റെ നാണയമാണ്, ദിർഹം വെള്ളിയുടെ നാണയമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ 5-6 മാസം നീണ്ട യാത്രയാണ്, അതിനുശേഷം തിരിച്ചുള്ള യാത്രയാണ്. ഈ 2 ദിർഹം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എങ്കിലും വലിയൊരു മഹാൻ തന്നതാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷയോടെ യാത്രയ്ക്ക് പുറപ്പെട്ടു. വഴിയിൽ അദ്ദേഹം യാത്രയ്ക്ക് പ്രവേശിച്ച ഉടനെ ഒരു വാഹക സംഘത്തെ കാണുകയുണ്ടായി. എങ്ങോട്ടാണ് പോകുന്നത്? ഹജ്ജിന് പോവുകയാണ്. നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്? ഞാനും ഹജ്ജിന് പുറപ്പെട്ടതാണ്. അന്നാ പെട്ടെന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കയറിക്കൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളുടെ കൂട്ടത്തിൽ പുറപ്പെട്ടതാണ്. കഠിന രോഗിയായി ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു നാട്ടിലിറക്കി. അദ്ദേഹത്തിന് സീറ്റ് കാലിയുണ്ട്, അവിടെ കയറിയിരിക്കും. അങ്ങനെ പരിശുദ്ധമായ ഹജ്ജിന് പോയി. കുറച്ചു കഴിഞ്ഞ് ആഹാരത്തിന് സമയമായി. ആഹാരം വിളമ്പി വെച്ച് അതിന് പൈസ കൊടുക്കാൻ നേരത്ത് ആഹാരം വിളമ്പിയ വ്യക്തി പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണ്ട, എന്റെ ഷെയ്ഖായ സയ്യിദുന അബ്ദുൽ ഖാദർ ജീലാനിയുടെ നാട്ടിൽ നിന്ന് വന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കേണ്ടെന്ന് പറഞ്ഞു. യാത്ര മുഴുവനും ഇങ്ങനെ അങ്ങോട്ടും പോയി തിരിച്ചിങ്ങോട്ടും അതേ രീതിയിൽ വരികയുണ്ടായി. ഷെയ്ഖിനെ നേരെ വന്ന് മുസാഫാത്ത് ചെയ്തപ്പോൾ പറഞ്ഞു, മറ്റു കാര്യങ്ങൾക്കെല്ലാം മുമ്പായി ആ 2 ദിർഹം തിരിച്ചിങ്ങോട്ട് തരും. അതെങ്ങനെയാണ്? താങ്കൾ എനിക്ക് ഹദിയ തന്നതല്ലേ? ഹദിയ തന്നതാണെങ്കിലും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ 2 ദിർഹം കൊണ്ട് എല്ലാ വർഷവും ഓരോ ആൾക്കാരെ ഹജ്ജ് ചെയ്യാറുണ്ട്. ഈ വർഷം താങ്കൾ ചെയ്തതാണ്, അടുത്ത വർഷം ആളുകളെ ഹജ്ജിന് വിടേണ്ട പൈസയാണ്. അല്ലാഹു തആല മഹാന്മാരുടെ പൈസയിൽ ഇത്ര വലിയ ബർക്കത്ത് വെക്കുമ്പോൾ കുറഞ്ഞ സമ്പത്താണ്, പക്ഷേ ആളുകൾക്ക് അതുകൊണ്ട് വലിയ ഐശ്വര്യം അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഓർമ്മശക്തിയിൽ, ബുദ്ധിശക്തിയിൽ വലിയ ബർക്കത്ത് നൽകും. അബൂ സുറഅ എന്ന് പറയുന്ന വലിയൊരു മഹാൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. ബുഖാരി ഷരീഫിലെ അവസാനത്തെ ഹദീസ്, 2 പരിശുദ്ധമായ കലിമകളെ പറ്റിയുള്ള ഹദീസ്, അതിന്റെ റാവിയാണ് മഹാനവറുകൾ. അദ്ദേഹത്തിന്റെ വാക്കാണ് അവർ അഹങ്കാരത്തിൽ പറയുന്നതല്ല, വിനയത്തിലും അതുപോലെ ഇൽമിന്റെയും അമലിന്റെയും ബർക്കത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അദ്ദേഹം ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, നിങ്ങൾ ഓരോരുത്തർക്കും സൂറത്തുൽ ഫാത്തിഹ എപ്രകാരം വെള്ളം പോലെ ഓതാൻ അറിയാമോ, പടച്ചവന്റെ അനുഗ്രഹത്താൽ 1,00,000 ഹദീസുകൾ അതിന്റെ നിവേദക പരമ്പര സഹിതം എനിക്ക് നന്നായിട്ട് കാണാതെ അറിയാം. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമു പഠിക്കാൻ വേണ്ടി മദീന തയ്യിബയിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികിൽ പോയി. പട്ടിണിയായിരുന്നു, അനാഥയായിരുന്നു, വലിയ സമ്പത്തൊന്നും കയ്യിലില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സരസിൽ ഇൽമു പഠിക്കാൻ പോയിരുന്നു. നോക്കിയപ്പോൾ ഒരു ഭാഗത്തു നിന്നും ഹദീസിന്റെ പ്രവാഹം ഇമാം മാലിക്കിൽ നിന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ശിഷ്യന്മാരെല്ലാം സാഹൂദൻ ശ്രവിക്കുകയും ഓരോ ഹദീസുകളും അവരുടെ തൂലിക കൊണ്ട് കടലാസുകളിൽ, പുസ്തകങ്ങളിൽ അവർ കുറിച്ചുകൊണ്ടിരിക്കുന്നു. ഇമാം ഷാഫിയുടെ പക്കൽ പേനയുമില്ല, കടലാസുമില്ല. അദ്ദേഹത്തിന് അടുത്തുള്ളവരോട് ചോദിക്കാൻ ലജ്ജയും നാണവും, അവരും ജോലിയിലുമാണ്. അദ്ദേഹം അടിയിൽ നിന്നും ഒരു ചെറിയ കമ്പെടുത്തു, എന്നിട്ട് സ്വന്തം കൈവെള്ളയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പാഠമെടുക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ നോക്കുകയും ചെയ്യും. നോക്കിയപ്പോൾ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ ഒരാൾ ഒരു കമ്പെടുത്ത് കൈവെള്ളയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. സരസ് കഴിഞ്ഞ് എല്ലാവരും പോയി. ഇമാം ഷാഫി എവിടെ പോകാനാണ്? ആരുമില്ല, പതികനായി വന്നതാണ്. അവിടെ ഇരുന്നു. ഇമാം മാലിക് ദേഷ്യത്തിൽ വിളിച്ച്, ഇങ്ങോട്ട് വരും. എന്ത് ചെയ്യായിരുന്നു ഇവിടെ? അങ്ങയുടെ ഹദീസ് ഞാൻ എഴുതിയെടുക്കുകയായിരുന്നു. എവിടെ എഴുതിയെടുത്തു? ഞാനത് എൻ്റെ കയ്യിൽ എഴുതിയെടുക്കുകയായിരുന്നു. ആര് പറഞ്ഞു? ഒരു കമ്പെടുത്ത് കയ്യിൽ കുത്തിക്കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. ഹദീസിനോടുള്ള മര്യാദയാണോ ഇത്?
മഹാനരെ, എൻ്റെ കയ്യിൽ പേനയില്ല, കടലാസില്ല, ആരോടെങ്കിലും ചോദിക്കാനും യാചിക്കാനും മടിയും. ഞാൻ അടിയിൽ കിട്ടിയ ഒരു ചെറിയ കമ്പെടുത്തെൻ്റെ കയ്യിൽ എഴുതി. അത് കയ്യിലല്ലായിരുന്നു ഞാൻ എഴുതിയത്, യഥാർത്ഥത്തിൽ എൻ്റെ നെഞ്ചിലാണ് ഞാൻ എഴുതി വെച്ചത്. തമാശ പറയുകയാണോ? അല്ല, തമാശയല്ല. അങ്ങ് പാഠമെടുത്ത മുഴുവൻ ഹദീസുകളും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എത്ര ഹദീസ് പാഠമെടുത്തു. ഈ അനുഗ്രഹീത സദസ്സിൽ താങ്കൾ 237 ഹദീസുകൾ താങ്കൾ വിവരിക്കുകയുണ്ടായി. ആ 237 ഹദീസുകളും എനിക്ക് ക്രമാനുഗതമായി പറയാൻ കഴിഞ്ഞ് ഞാൻ മനനം ചെയ്തിട്ടുണ്ട്. ഇമാം മാലിക് പറഞ്ഞു, അതിൽ നിന്ന് 3 ഹദീസ് നീ പറഞ്ഞാൽ മതി. ഇല്ലില്ല, 237 ഹദീസും പറയാൻ തയ്യാറാണ്. അങ്ങയുടെ ശിഷ്യന്മാരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടണം, ഞാനത് അവരെ ഓതി കേൾപ്പിക്കാൻ സന്നദ്ധനാണ്. ഇമാം മാലിക് എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ തന്നെ നിന്നുകൊണ്ട് 237 ഹദീസുകളും മണിമണിയായി ഉദ്ധരിക്കുകയുണ്ടായി. അല്ലാഹു തആല ഈമാനിലൂടെ, അമലിലൂടെ, തഖ്വയിലൂടെ ഈ രീതിയിൽ ഓർമ്മ ശക്തിയിൽ വല്ലാത്ത ബർക്കത്ത് നൽകും. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഒരു ഭാഗത്ത് നന്മകളിൽ നിന്നും പിന്നോട്ട് വരികയും തിന്മകൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ വലിയ വലിയ ഇൽമുകൾ, അധികരിച്ചതായ ഇൽമുകൾ പോകട്ടെ, അടിസ്ഥാനപരമായ അറിവുകളിൽ നിന്ന് പോലും നമ്മളെല്ലാവരും അകന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ചരിത്രം പോലും അറിയില്ല. നമ്മുടെ ഉപഭൂഖണ്ഡം ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അത് പരിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിൽ ഏറ്റവും മുമ്പന്തിയിലായിരുന്നു. ഇവിടെ മുഴുവൻ മസ്ജിദുകളിലും പരിശുദ്ധ ഖുർആന്റെ ദർസുകൾ നടക്കുമായിരുന്നു. ഒരു ഭാഗത്ത് ഖുർആൻ നോക്കി ഓതാൻ പഠിപ്പിക്കുന്നു, മനനം ചെയ്യാൻ പഠിപ്പിക്കുന്നു, മറുഭാഗത്ത് ഖുർആനിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നു. ഒരിക്കലും നമ്മളുടെ മസ്ജിദുകൾ പൂട്ടപ്പെടുകയില്ലായിരുന്നു. അവിടെ ഖുർആനിന്റെ ഹൽക്ക നിരന്തരം നടക്കുമായിരുന്നു. പക്ഷേ നമ്മൾ ഖുർആനിൽ നിന്ന് മാറിയതായ സന്ദർഭത്തിൽ ഇന്ന് നമ്മളിൽ എത്ര പേർക്ക് പരിശുദ്ധ ഖുർആൻ ഓതാൻ അറിയാം? അതുപോകട്ടെ, എത്ര പേർക്ക് സഹോദരങ്ങളുടെ പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ അറിയാം? നമ്മളിൽ എത്ര പേര് ഖുർആനിന്റെ ആശയം ആദ്യം മുതൽ അവസാനം വരെയും പാരായണം ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള നാം ഓരോരുത്തർക്കുമുള്ള കത്താണ് പരിശുദ്ധ ഖുർആൻ. പടച്ചവന്റെ ഭാഗത്ത് നിന്നുമുള്ള വളരെ ബലവത്തായ പാശമാണ് പരിശുദ്ധ ഖുർആൻ. അതിനെ പിടിച്ചാൽ പടച്ചവന്റെ അരികിൽ ഉറപ്പായിട്ട് പോകാൻ സാധിക്കും, അതിനെ വിട്ടാൽ വഴിതെറ്റിപ്പോകും. പക്ഷേ പരിശുദ്ധ ഖുർആനുമായിട്ട് നമുക്ക് എന്ത് ബന്ധം? ഈ വിഷയത്തെ പറ്റിയുള്ള ചിന്തയുടെ പേരിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിന്റെ നമ്മുടെ മഹാന്മാര് ധാരാളം തർജ്ജമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും എളുപ്പമായ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ഒരു ആശയം ഞാൻ തയ്യാറാക്കുകയുണ്ടായി. കേരളത്തിൽ നമ്മളുടെ സഹോദരങ്ങളായ ആലിമീങ്ങൾ അത് ചെയ്തു. നിങ്ങളുടെ അരികിൽ അടുത്ത് തന്നെ എത്തുന്നതാണ്. അതിന് ആമുഖത്തിൽ ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളെ ഉണർത്തുകയാണ്. നാളെ പടച്ചവനെ കാണുമ്പോൾ എന്റെ കലാമിനെ നിങ്ങൾ എന്തിനു അവഗണിച്ചെന്ന് ചോദിക്കുമ്പോൾ, പടച്ചവനെ ഞങ്ങൾക്ക് ആരും ഖുർആൻ എത്തിച്ചു തന്നില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല എന്ന വാക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. വളരെ ലളിതമായ നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ, ഇനി സംശയം വല്ലതും ഉണ്ടെങ്കിൽ ആലിമീങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ആ നിലയിൽ പരിശുദ്ധ ഖുർആന്റെ ആശയം തയ്യാറാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഓരോരുത്തരും പരിശുദ്ധമായ ഇൽമുമായി ബന്ധപ്പെടണം. അത് നമ്മളുടെ ആവശ്യമാണ്, കടമയാണ്. فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. സഹോദരങ്ങളെ, പാപങ്ങളുടെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പാപങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇൽമ പഠിക്കാതിരിക്കുക, അതിനെ സ്വന്തം ജീവിതത്തിൽ പകർത്താതിരിക്കുക, എത്തിച്ചു കൊടുക്കാതിരിക്കുക എന്നീ പാപങ്ങൾ കാരണം അല്ലാഹു തആല ചിലപ്പോൾ ബാഹ്യമായ ശിക്ഷകൾ ഇറക്കുന്നതല്ല, ഭാര്യാമക്കളെ മരിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ സമ്പത്തിൽ കുറവൊന്നും ഉണ്ടാക്കുന്നതല്ല. പക്ഷേ അല്ലാഹു തആല ഇവയുടെ ഐശ്വര്യം കളഞ്ഞ് അല്ലാഹു ഇല്ലാതാക്കുന്നതാണ്. ഭാര്യയുണ്ട്, പക്ഷെ മനസ്സിനൊരു സമാധാനവുമില്ല. മക്കളുണ്ട്, വലിയ തലവേദനയാണ്. സമ്പത്തുണ്ട്, വലിയ അസ്വസ്ഥതകൾ. ഇതിനാണ് ദിലോങ്കി തങ്കി, മനസ്സുകളുടെ ഞെരുക്കമെന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ആരെങ്കിലും
എൻ്റെ സ്മരണയെ അവഗണിച്ചാൽ, പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു, എൻ്റെ ഓർമ്മയെ അവഗണിച്ചു, ദീനിൽ നിന്ന് അകന്ന് ജീവിച്ചാൽ ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് ഇടുക്കമുള്ളൊരു ജീവനം നൽകുന്നതാണ്. എല്ലാം ഉണ്ടായിരിക്കും, വലിയ പ്രശ്നങ്ങളായിരിക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, നാളെ ആഖിറത്തിൽ യഥാർത്ഥ ശിക്ഷ നൽകുന്നതിന് ഞാൻ അവനെ അന്ധനായി എഴുന്നേൽപ്പിക്കുന്നതാണ്. അവൻ പറയും, പടച്ചവനെ, ഈ ലോകത്ത് ദുനിയാവിൽ എനിക്ക് കണ്ണുണ്ടായിരുന്നു, കാഴ്ചയുണ്ടായിരുന്നു, ഇപ്പോൾ എന്തുകൊണ്ടാണ് കാഴ്ചയില്ലാത്തത്? അള്ളാഹു അറിയിക്കും, നീ എൻ്റെ സ്മരണയെ മറന്നു കളഞ്ഞു, എൻ്റെ ഗ്രന്ഥത്തെ അവഗണിച്ചു കളഞ്ഞു, ദീനിനെ നീ ഉപേക്ഷിച്ചു കളഞ്ഞു. നീ അന്ന് എന്നെ മറന്നതുപോലെ ഞാനും ഇന്ന് നിന്നെ മറന്നിരിക്കുകയാണ്, നിന്നെ അല്പം പോലും പരിഗണിക്കുന്നതല്ല എന്ന് അള്ളാഹു അറിയിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നു. नंबर फरमाया, अल्लाह उनके दर्जात को बुलंद फरमाया। अब्बा फरमाते थे, दीन वाली जिंदगी इख्तियार की तो नेमतों की मूसलाधार बारिश जन्नत में होगी और नेमतों की बूंदाबांदी दुनिया में होगी. സഹോദരങ്ങളെ, ഇതുപോലെ നേരെ തിരിച്ച് ആരെങ്കിലും അവന്റെ ജീവിതത്തെ നന്മ കൊണ്ട് അലങ്കരിച്ചാൽ, ദീനിന്റെ അറിവുകൾ പഠിച്ചു അതിനെ സ്വന്തം ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അല്ലാഹു തആല ഇരുലോകത്തും അനുഗ്രഹം ചെയ്യുന്നതാണ്. ആ അനുഗ്രഹം നീ പറഞ്ഞതുപോലെ ഈ ലോകത്ത് മനസ്സിന്റെ അനുഗ്രഹം, നാളെ ആഖിറത്തിൽ യഥാർത്ഥ അനുഗ്രഹം. എൻ്റെ മഹാനായ പിതാവ് മൗലാന മുഹമ്മദ് ഉമർ പാലൻപൂരി റഹ്മത്തുള്ളാഹി അലൈഹി സാധാരണ ഒരു വാക്ക് പറയുമായിരുന്നു. നിങ്ങളുടെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ആ വാക്കിന് വലിയ അർത്ഥവുമുണ്ട്. മഹാനവറുകൾ പറയുമായിരുന്നു, ദീനിയായ ജീവിതം ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ കോരിച്ചൊരിയുന്ന മഴ പോലെ പടച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. അതിൻ്റെ നല്ല കുളിർമയുടെ അംശം അള്ളാഹു ദുനിയാവിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇവിടെയും പടച്ചവൻ സമാധാനം നൽകും, ആഖിറത്തിൽ യഥാർത്ഥ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ഒരു വ്യക്തി സ്വർഗത്തിൽ കടക്കുന്ന സമയത്ത് ഏറ്റവും താഴ്ന്ന ഒരു ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ അവന് ഈ ലോകത്തെക്കാളും 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗമായിരിക്കും അള്ളാഹു നൽകുക. അള്ളാഹു തആല ഓരോ വിശ്വാസിക്കും 70 ഹൂറികളെ അള്ളാഹു നൽകുന്നതാണ്. ദുനിയാവിൽ തൊട്ടതിനും പിടിച്ചതിനും വഴക്കുണ്ടാക്കുന്ന ആളുകളെ പോലെയല്ല. അവർക്ക് വഴക്കുണ്ടാക്കുന്നതല്ല, വഴക്കുണ്ടാക്കിയത് നടക്കുന്നതുമല്ല. കാരണം അവർക്ക് വാപ്പയില്ല, ഉമ്മയില്ല, പിന്നെ വേറെ ഒരു വീട്ടിലോട്ട് പോകാനാണ്. വലിയ സ്നേഹമുള്ള ഭക്തിയുള്ള ഇണകളെ അള്ളാഹു നൽകുന്നതാണ്. സഹോദരങ്ങളെ, അതുപോലെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നതായ ഹൂറികൾ, അവരെ നോക്കിക്കൊണ്ട് 40 വർഷം ഈ സ്വർഗവാസം നിന്നു പോകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരുടെ അപാരമായ സൗന്ദര്യം കണ്ട്, അവരുടെ കവിള് കണ്ട്, കണ്ണ് കണ്ട്, കഴുത്ത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അരളിയ വചനങ്ങൾ കേട്ട് നമുക്ക് ദുനിയാവിൽ നമ്മളെ കണ്ണുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. യഥാർത്ഥ നോട്ടനാളെ സ്വർഗത്തിലാണ്. ഇവരെ നോക്കി അന്തം വിട്ട് നിന്നു പോകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വർഷം കഴിയുമ്പോൾ വലതുഭാഗത്ത് ഉള്ള ഒരു ഹൂറി വിളിച്ചു പറയും, എന്നെ നോക്കൽ നിങ്ങളുടെ കടമയല്ലേ, എന്നെയും കൂടി നിങ്ങൾ നോക്കി. വലത്തോട്ട് തിരിയും, അതിന് നോക്കിക്കൊണ്ടിരിക്കും. 40 വർഷം വലറ്റ നോട്ടം, കഴുത്തിന് വേദനയില്ല. പരലോകത്തിന് 40 വർഷം. 40 വർഷം കഴിയുമ്പോൾ ഇടതുഭാഗത്ത് നിന്നും മാളികയിൽ നിന്നും ഒരു ഹൂറി വിളിക്കും, എന്നെയും കൂടെ കുറച്ച് നോക്കുന്നേ. അങ്ങോട്ടേക്ക് ഇടത്തേക്ക് നോക്കുന്നതാണ് 40 വർഷം. വെറും നോക്കാൻ വേണ്ടി മാത്രം പരലോകത്തിലെ 120 വർഷം. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഒരു അരമണിക്കൂർ നേരം മോട്ടോർ സൈക്കിൾ നോക്കിക്കൊണ്ടിരിക്കും, കഴുത്തിന് വേദന വരും. അല്ലെങ്കിൽ ആളുകൾ വേദന എടുപ്പിക്കും. ആളുകൾ പറയും മാനസിക രോഗിയാണെന്ന് പറയും. എന്നാൽ പരലോകത്തിൽ നോട്ടത്തിൽ മാത്രം ഇത്രമാത്രം അലങ്കാരം അല്ലാഹു തആല വെച്ചിരിക്കുന്നു. യഥാർത്ഥ സുഖം പരലോകത്തിലാണ്. സ്വർഗത്തിലെ ഈത്തപ്പഴം അത് 12 മുഴം നീളമാണ്, വീതിയാണ് സ്വർഗത്തിലെ ഈത്തപ്പഴത്തിനുള്ളത്.
ഒരു ഭാഗത്ത് നിന്ന് കഴിക്കുമ്പോൾ ഈത്തപ്പഴത്തിന് രുചിയാണ്, വേറൊരു ഭാഗത്ത് കഴിക്കുമ്പോൾ വേറെ മനോഹരമായ രുചിയാണ്. സ്വർഗത്തിൽ ഈത്തപ്പഴം ഇത്ര വലുതാണെങ്കിൽ അവിടുത്തെ ബത്തക്ക എത്ര വലുതായിരിക്കും. സ്വർഗത്തിൽ അടുക്കളയില്ല, ആഹാരം പാചകം ചെയ്യേണ്ട ആവശ്യമില്ല. സ്വർഗത്തിൽ കടയില്ല, ഓഫീസില്ല, ജോലി ചെയ്യേണ്ട ആവശ്യവുമില്ല. അല്ലാഹു തആല എല്ലാ സമയത്തും ആഹാരപാനീയങ്ങൾ പരിപൂർണമായി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നു. എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. കഴിച്ചതിനു ശേഷം ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമില്ല. ആണെന്നും പെണ്ണെന്നും എഴുതി വെച്ചിട്ടില്ല. ഇത് ആണുങ്ങൾക്ക്, ഇത് സ്ത്രീകൾക്ക് എന്ന് ഇങ്ങനെ എഴുതി വെക്കപ്പെട്ടിട്ടില്ല. കാരണം അതിന് ആവശ്യമില്ല. ആഹാരം കഴിച്ചു കഴിഞ്ഞു, ഒരു സുഗന്ധം നിറഞ്ഞൊരു ഏമ്പക്കം, അതിനുശേഷം ശരീരത്തിൽ നിന്നും കസ്തൂരി പോലെ സുഗന്ധം നിറഞ്ഞ കുറച്ച് വിയർപ്പും വരും. ആഹാരം ദഹിച്ചു കഴിഞ്ഞു, പിന്നെ അടുത്ത ആഹാരം കഴിക്കലാണ്. അവിടെ രാത്രിയില്ല, പകലില്ല. ലാ യറൂന ഫീഹാ ശംസം വലാ സംഹരീറ. അവിടെ രാത്രിയോ പകലോ ഒന്നുമില്ല. എല്ലാ സമയവും മനുഷ്യൻ സുഖത്തോടെ സുഖം, ആനന്ദത്തോടെ ആനന്ദത്തിൽ തന്നെ കഴിയാൻ സാധിക്കും. സ്വർഗത്തിൽ മസ്ജിദ് വാർ ജമാഅത്തോ അല്ലെങ്കിൽ തഅലീമായനയോ അല്ലെങ്കിൽ സ്വർഗത്തിൽ 40 ദിവസം പുറപ്പെടലോ 4 മാസം പുറപ്പെടലോ ജില്ലാ ജോഡ്, ഏരിയ ജോഡ്, സംസ്ഥാന മശൂറ ഒന്നും സ്വർഗത്തിൽ കാണുകയില്ല. അവിടെ നിസ്കാരമില്ല, അവിടെ നോമ്പില്ല. പക്ഷെ ഒന്നുണ്ടാകും കേട്ടോ, പരിശുദ്ധമായ ഗഷ്തുണ്ടാകും. കറങ്ങി നടത്ത സ്വർഗത്തിലുണ്ടാകും. സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഗഷ്തുണ്ട്, പരസ്പരം മുലാഖാത്തുണ്ട്, പരസ്പരം കണ്ടുമുട്ടലുണ്ട്. പക്ഷേ ദുനിയാവിലെ പോലെ നടന്ന് യാത്ര ചെയ്യുക, ആളുകളെ പോയി ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുക ഒന്നുമില്ലായിരിക്കും. ഹദീസിൽ വരുന്നുണ്ട്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ഒരു സ്വർഗവാസി ആഗ്രഹിക്കും, പടച്ചവനെ, ഇന്ന വൈകുന്നേരം ഞാൻ എൻ്റെ ഇന്ന സഹോദരനെ പോയി കാണുമായിരുന്നല്ലോ, അദ്ദേഹത്തിനെ കാണണമല്ലോ. ഇതേ നിമിഷം തന്നെ അദ്ദേഹത്തിനും ആഗ്രഹം വരും, പടച്ചവനെ, അദ്ദേഹത്തിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. രണ്ടുപേരും ഓരോ സമയത്ത് ആഗ്രഹിക്കും. ആഗ്രഹിച്ചാൽ പിന്നെ എന്താണ്? വെറും ആഗ്രഹം മാത്രം. കസേര അവിടെ നിന്ന് അദ്ദേഹത്തിനെ പൊക്കി കാറ്റിൽ പറക്കാൻ തുടങ്ങും. നീണ്ട യാത്രയാണ്, വേറെ ലോകത്താണവർ. എന്നിട്ട് രണ്ടുപേരും അന്തരീക്ഷത്തിൽ വെച്ച് കണ്ടുമുട്ടും, പരസ്പരം മുസാഫ ചെയ്യും, ആലിംഗനം ചെയ്യും, സന്തോഷത്തിൽ സംസാരിക്കും. അവർ വിട്ടുപിരിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം നിബിധങ്ങളുടെ വചനമാണ്. എന്റെ ഗ്രന്ഥം ഫിക്റഹുവെ മോത്തി, വിതറപ്പെട്ട മുത്തുകൾ എന്ന ഗ്രന്ഥത്തിൽ ഞാനിതിന്റെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ സ്വർഗവാസികൾ, അല്ലാഹു നമ്മളതിന് പെടുത്തുമാറാകട്ടെ, സ്വർഗവാസിക്ക് ലഭിക്കുന്ന നീളം ആദം അലൈഹിസ്സലാമിന്റെ നീളമായിരിക്കും. സൗന്ദര്യം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമായിരിക്കും. മനസ്സ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സായിരിക്കും. വയസ്സ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ 34-35 വയസ്സായിരിക്കും. സ്വഭാവം സയ്യിദുൽ കൗനൈൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്ര സ്വഭാവമായിരിക്കും. പുരുഷന്മാർ 34 വയസ്സ്, പെണ്ണുങ്ങളെ അള്ളാഹു 18 വയസ്സുകാരികളാക്കും. सबको जन्नतुल फिरदौस में हुजूर सल्लल्लाहु अलैहि वसल्लम के पड़ोस में अल्लाह जमा फरमा दे. സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ ആകെ ചുരുക്കം ഇപ്രകാരമാണ്. അവിടെ ഒരു ഭയവും ഒരു ബേജാറും അസ്വസ്ഥതയും ഉണ്ടാകുന്നതില്ല. ഞാൻ ആത്മാർത്ഥമായി ദുആയിലൊക്കെ നമ്മളെല്ലാവരും ആമീൻ പറയുന്ന അല്ലാഹു നാം ഓരോരുത്തരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഖിയാമത്ത് നാൾ വരെയുമുള്ള നമ്മുടെ പരമ്പരകളെ അല്ലാഹുവിന് ഉന്നത സ്വർഗമായ ഫിർദൗസിൽ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഖുർആൻ ശരീഫ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ये अल्लाह कुरान में फरमा रहे वलिमन खाफ मकाम रब्बिही जन्नतान फबिअय्यि आलाइ रब्बिकुमा तुकद्दिबान. जो अपने रब से डरा, जिसने तकवा इख्तियार किया, जिसने भलाई का रास्ता पकड़ लिया, उसके लिए 2 बाग है. एक तर्जुमा ये 2 बाग है, अल्लाह ताला वहां 2 बाग देंगे. और दूसरा तर्जुमा ये उलमा ने लिखा है, उसके लिए 2 जन्नतें हैं. दुनिया में भी अल्लाह उसे जन्नत देंगे, मरने के बाद भी अल्लाह उसे जन्नत देंगे. സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. അതിൽ അല്ലാഹു തആല സ്വർഗത്തെ വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ റഹ്മാനിൽ പ്രത്യേകിച്ചും
സ്വർഗത്തെ അല്ലാഹു വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. തർജുമ നിങ്ങൾ മേടിച്ച് വായിക്കണം. അതിൽ സൂറത്ത് റഹ്മാനിൽ അല്ലാഹു സ്വർഗത്തെ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു. അതിൽ ഒരായത്ത് മാത്രം ഞാൻ പറയുകയാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. പടച്ചവനെ ഭയന്ന് ജീവിച്ചവർക്ക് 2 സ്വർഗങ്ങളുണ്ട്. 2 സ്വർഗങ്ങളുണ്ട്. ഇതിന് 2 ആശയമാണ് ഉലമാക്കൾ പറഞ്ഞത്. ഒന്ന്, നാളെ ആഖിറത്തിൽ 2 സ്വർഗങ്ങൾ അല്ലാഹു നൽകും. വേറൊരു കൂട്ടം മഹാന്മാർ പറയുന്നത് ഒരു സ്വർഗം ആഖിറത്തിൽ അല്ലാഹു നൽകും, വേറൊരു സ്വർഗീയ ജീവിതം അല്ലാഹു ദുനിയാവിൽ നൽകുന്നതാണ്. ഈ ലോകത്തും സ്വർഗീയമായ ജീവിതം, സമാധാന, സന്തോഷം അല്ലാഹു കരുതരുന്നതാണ്. أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم بلدان مخلدون بأكواب وأباريق وكأس من معين. دین کے کام میں آگے بڑھنے والے, قربانیاں دینے والے وہ مقربین میں سے ہوں گے. اللہ کہتے ہیں مقربین, اللہ ہم سب کو مقربین میں سے بنائے. اونچی اونچی جنتوں میں ہوں گے. یہ سلۃ من الاولین وقلیل من الاخرین, کہ اہل امت کے زیادہ ہوں گے. وقلیل من الاخرین, پچھلے امتوں کے. അതുപോലെ സൂറത്തുൽ വാഖിയയിലും അല്ലാഹു സ്വർഗത്തെ വല്ലാതെ വാഴ്ത്തി പറയുന്നുണ്ട്. വസ്സാബിഖൂന സാബിഖൂൻ, ദീനിന്റെ കാര്യങ്ങളിൽ മുൻഗണന ആളുകൾ, ദീൻ പഠിക്കുന്നതിന്, അമൽ ചെയ്യുന്നതിന്, അതിന് ലോകത്തെത്തിച്ചു കൊടുക്കുന്നതിന് ത്യാഗത്തിലൂടെ മുന്നേറിയ ആളുകൾ, അവർ ഉലൈക്കൽ മുഖറബൂൻ, പടച്ചവനുമായി വളരെ അടുത്തവരായിരിക്കും. സുന്നത്തുൽ മിനൽ അവ്വലീൻ, അവരിൽ വലിയ വിഭാഗം ആളുകൾ മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ വന്നിട്ടുണ്ട്. വഖലീലുൻ മിനൽ ആഖിരീൻ, ഈ സമുദായത്തിലെ കുറഞ്ഞ ആളുകളും ആ വിഭാഗത്തിൽ പെട്ടിരിക്കും. അതിനുശേഷം അല്ലാഹു തആല മുഖറബീങ്ങൾക്കുള്ള സ്വർഗീയ മഹത്വങ്ങൾ വാഴ്ത്തി പറയുന്നുണ്ട്. അലാ സുറുരിൻ മൗദൂന, നല്ല കട്ടിലുകളിൽ അവർ മുഖാമുഖം ചാരിയിരിക്കും, ഉന്നത ആഹാരങ്ങൾ കഴിക്കും. ഈ ആയത്തിലെ മുൻഗാമികളായ കുറെ ആളുകളും ഈ സമുദായത്തിലെ കുറഞ്ഞ ആളുകളും എന്ന ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ കരയുകയുണ്ടായി. കഴിഞ്ഞ ധാരാളം ആളുകൾ, നമ്മളിൽപ്പെട്ട കുറഞ്ഞ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബി തങ്ങളുടെ അരുളി, ഞാനെന്ത് ചെയ്യാനാണ്, അല്ലാഹുവാണ് പറഞ്ഞിരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, അങ്ങ് ശുപാർശ ചെയ്യണം, അങ്ങ് പടച്ചവനോട് ശുപാർശ ചെയ്യണം, അള്ളാഹു അങ്ങയുടെ ശുപാർശ സ്വീകരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഏതാനും ആയത്തുകൾക്ക് ശേഷം അല്ലാഹു തആല അടുത്ത ആയത്തിറക്കി. മുൻകഴിഞ്ഞ സമുദായങ്ങളിലും കുറെ ആളുകൾ മുഖറബീങ്ങളായിട്ട് കാണും, ഈ സമുദായത്തിലും ധാരാളം ആളുകൾ മുഖറബീങ്ങളായിട്ട് കാണും. സുല്ലത്തുൻ മിനൽ അവ്വലീന വസുല്ലത്തുൻ മിനൽ ആഖിരീൻ. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, സ്വർഗത്തെപ്പറ്റി എന്ത് പറയാനാണ്? അള്ളാഹു നമുക്ക് അവിടെ പോയി തന്നെ അതിനെ കാണാനും അനുഭവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ പോകാൻ എല്ലാവർക്കും ആഗ്രഹമില്ലേ? അതിന്റെ ഒരു മരുന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ആരെങ്കിലും എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹ് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവരോട് നാളെ ആഖിറത്തിൽ പറയും, സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട്, ഇഷ്ടമുള്ള കവാടത്തിൽ കൂടി കടന്നുകൊണ്ട്. സ്വർഗത്തിൽ ധാരാളം ഹൂറികളുണ്ട്, കൈ പിടിക്കുന്നവരെല്ലാവരും നിന്റെ ഹൂറികളായിരിക്കും, നിന്റെ സേവികമാരായിരിക്കും. സഹോദരങ്ങളുടെ ഈ ഹദീസിന്റെ ഉദ്ധരണി ഞാൻ എൻ്റെ ഗ്രന്ഥം ബിക്കറഹുയ മോത്തിയിലും അതുപോലെ സുന്നത്തായ ദുആക്കൾ, മഖ്ബൂലായ ദുആക്കൾ അതിനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും നിയ്യത്ത് ഇൻഷാ അല്ലാഹ് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു 10 ഖുൽ ഹുവല്ലാഹ് സൂറത്ത് ഓതുമെന്ന് എല്ലാവരും ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യും. സഹോദരങ്ങളിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വന്നു കാണാം. നിസ്കാരത്തിന് ശേഷം കുറെ ദിക്ർ ചെല്ലാനുണ്ട്, ദുആ ചെയ്യാനുണ്ട്, സുന്നത്ത് നിസ്കരിക്കാനുണ്ട്. അതിലെല്ലാം ഉപരി
ഈ ഹൂർലിങ്ങളുടെ എല്ലാം നായികയായ ഭാര്യ കാത്തിരിപ്പുണ്ട്. അവിടെ ചെന്നില്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും. അള്ളാഹു മഹാന്മാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ പറഞ്ഞു തരുന്നു, നിസ്കാരത്തിന് ശേഷമെന്ന് പറഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് മുമ്പ് ചെയ്യണമെന്നാണ് അർത്ഥം. സുബൈ കഴിഞ്ഞ് നിങ്ങൾ ചെയ്തു, ദുഹറിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്താൽ മതി. ദുഹർ കഴിഞ്ഞ് നിങ്ങൾ അസറിന് മുമ്പായിട്ട് ചെയ്താൽ മതി. ഇത്ര മധുരമായി പറഞ്ഞു തരുന്ന ഏതെങ്കിലും മൗലവിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തർജ്ജമയുടെ യാതൊരു ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും അൽഹംദുലില്ലാഹ് മറുപടി പറയുന്നുണ്ടല്ലോ എന്ന്. എന്റെ ഭാഗത്ത് നിന്നുമുള്ള ഒരു ഉപഹാരമാണ്. എല്ലാവരും സ്വീകരിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് ചെയ്യുമോ എല്ലാവരും? അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أول الأولين ويا آخر الآخرين يا راحم المساكين يا ذا القوة المتين يا أول الأولين. اللهم لك الحمد كله ولك المن كله ولك الشكر كله ولك الملك كله ولك الخلق كله ولك الفضل كله وإليك يرجع الأمر كله وإليك يصعد الكلم الطيب كله. لك الحمد بالإسلام لك الحمد بالإيمان لك الحمد بالقرآن لك الحمد حتى ترضى لك الحمد إذا رضيت لك الحمد بعد الرضا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها أنت وليها ومولاها. اے اللہ ہمارے گناہوں کو معاف فرما. اے اللہ ہماری خطاؤں سے درگزر فرما. ہمارے ان دوستوں کو قبول فرما. اے اللہ ان کی محبت کرنے کو قبول فرما. اے اللہ پورے کیرلا کو قبول فرما. ان کے مردوں کو قبول فرما. ان کی عورتوں کو قبول فرما. ان کے بچوں کو قبول فرما. اے اللہ سب سے پہلے مسجد کیرلا میں بنی ہے. اے اللہ اس کی لاج رکھ کر تو اسی کیرلا سے ساری دنیا میں دین کو پھیلا دے. اے اللہ کیرلا کے ایک ایک بچے بچی کو قبول فرما. ملبار کے ایک ایک بچے بچی کو قبول فرما. اچانک کا خیر ہمیں نصیب فرما. اچانک کے شر سے ہماری حفاظت فرما. ہمارے سفر کو تو بے انتہا قبول فرما. اے اللہ ہواؤں کے ساتھ جو خیریں آتی ہیں وہ خیریں ہمارے لیے مقدر فرما. اور ہواؤں کے ساتھ جو برائیاں آتی ہیں ان برائیوں سے عافیت سے ہماری حفاظت فرما. اے اللہ جس کرم سے آپ نے ہمیں اس مسجد میں جمع کیا ہے اپنے اسی کرم سے جنت الفردوس میں تیرے نبی کے پڑوس میں اور ہماری قیامت تک کے آنے والی نسلوں کے ساتھ تو ہم سب کو جمع فرما دے. اور ہماری قیامت تک کے آنے والی نسلوں کو بھی جمع فرما دے. اے اللہ جس نے بھی ہم سے دعاؤں کے لیے کہا ہو, دعاؤں کے لیے خطوط میں لکھا ہو, جن کا ہم پر کسی قسم کا حق اور احسان ہو, جو ہمیں اپنی دعاؤں میں یاد کرتے رہتے ہوں, مائیں بہنیں ہمیں اپنی دعاؤں میں یاد کرتی رہتی ہوں, ہماری ساری دعاؤں میں ان کا پورا پورا حصہ نصیب فرما اور اپنے فضل و کرم سے ہماری دعاؤں کو قبول فرما. سبحان ربک رب العزت. مدرسے کے بارے میں دعا. اے اللہ اس مدرسے کو بھی قبول فرما, پڑھنے والوں کو بھی قبول فرما, پڑھانے والوں کو بھی قبول فرما. اور اللہ ان کی جو ضرورتیں ہوں مدرسے کے اعتبار سے, مال کے اعتبار سے, مدرسین کے اعتبار سے, اے اللہ ان کی ضرورتوں کا تو غیب تکفل فرما. اور اس مدرسے سے بھی تو خیر اور برکت کے دروازے کشادہ فرما. اور اے اللہ جو مانگا وہ عطا فرما, مانگنے سے رہ گیا وہ عطا فرما, اور اپنے فضل و کرم سے ہماری دعاؤں کو قبول فرما. سبحان ربک رب العزت عما یصفون وسلام علی المرسلین والحمد للہ رب العالمین.